നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി തുടർച്ചയായ 4 ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായിട്ടുള്ള സ്പെഷ്യലി ബാങ്കിങ് സ്റ്റോക്കുകളായിട്ടുള്ള HDFC, കൂടാതെ തന്നെ ഇൻഷുറൻസ് കമ്പനി, ഡിഫൻസ് സെക്ടറിൻ്റെ തിരിച്ചുവരവ്, ഇതൊക്കെ തന്നെയാണ് നിഫ്റ്റീന് 4 ദിവസം തുടർച്ചയായിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഇത് മാത്രമല്ല, FIs 4 ദിവസമായിട്ട് ബൈയിങ് ആയിരുന്നു. FIs ഇന്നലെയും ബൈ നടത്തി 1798 കോടി രൂപയ്ക്ക് ബൈ നടത്തിയപ്പോൾ ഓരോ ഹൈസിലും മാർക്കറ്റിനപ്പോൾ സെല്ല് ചെയ്യുന്നത് DASും റീറ്റെയിലേഴ്സുമാണ്. DAS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 901 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ FIs നമുക്കറിയാം, അവർ ബൈയിങ് മോഡിലേക്ക് വരാണെങ്കിൽ, ശക്തമായിട്ടുള്ള ബൈയിങ് മോഡിലേക്ക് വരാണെങ്കിൽ മാർക്കറ്റിന് വളരെയധികം ഗുണം ചെയ്യും. അവർ ഗ്രാജുവലി ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നോർമൽ ബൈയിങ് ആണ് നടക്കുന്നത്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ DASൻ്റെ സെല്ല് മാറ്റി DAS ബൈയിലേക്ക് വരാണെങ്കിൽ മാർക്കറ്റ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 24,500 ഒരു റെസിസ്റ്റൻസ് അല്ലാതായി മാറും. ഇപ്പോഴും 24,500 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് 25,000 മേജർ റെസിസ്റ്റൻസ് സോൺ. കോളൊക്കെ ഏറ്റവും കൂടുതൽ ഷോർട്ട് ചെയ്തിട്ടുള്ളത് 25,000 ആണ്. 24,000 മേജർ സപ്പോർട്ട് സോണായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നാളെ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി വരും. ഇന്ത്യയുടെ പലിശ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ രാവിലെ 10 മണിക്ക് RBI ഗവർണർ പ്രഖ്യാപിക്കും. ഇത് വളരെയധികം കീനായിട്ട് ഈ ബാങ്കിങ് റിയാലിറ്റി മേഖലയ്ക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നാളെ US അവിടുത്തെ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ചും അവിടുത്തെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും വരുന്നുണ്ട്. അത് വളരെയധികം കീ ഇവൻ്റാണ്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി നടത്തിയിട്ടുണ്ട്. US മാർക്കറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 251 പോയിൻ്റ് അഥവാ 1.5% റാലിയും, ഡോ 308 അഥവാ 0.69% റാലിയും, ഡാക്സ് 205, ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്, 215 പോയിൻ്റ് അഥവാ 1% റാലിയും, CAC 40 ഫ്രാൻസ് മാർക്കറ്റ് 47 പോയിൻ്റ് അഥവാ 100% റാലിയും നേടിയപ്പോൾ FTSE UK മാർക്കറ്റ് 23 പോയിൻറ്റിൻ്റെ ഒരു മൈനസാണുള്ളത്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 98,000, ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് 2,650, കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, ചൈന എല്ലാം തന്നെ. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും നല്ലൊരു റാലി രേഖപ്പെടുത്തി. HDFC ബാങ്കും റാലി രേഖപ്പെടുത്തിയപ്പോൾ ICICI ബാങ്ക് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ടോറൻറ്റ് പവർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉള്ളത്, ഇവർ 3 ആൻറ്റിബയോട്ടിക് ബ്രാൻഡിനെ ടോറൻറ്റ് പവർ അല്ല, ടോറൻറ്റ് ഫാർമ സെക്ടറുള്ള കമ്പനിയാണ് ഇവർ അക്യൂർ ചെയ്ത് എന്നുള്ള ന്യൂസാണ്. ഇൻഡസ് ടവറിനെ ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് ഉണ്ട്. ഒമേഗ ടെലകോം ഹോൾഡിങ്, ഉഷ മാർട്ടിൻ ടെലമാറ്റിക്സ്, വഡാഫോൺ ഐഡിയ, ഇതെല്ലാം തന്നെ ഇൻഡസ് ടവറിൽ ഇവർക്കുള്ള സ്റ്റേക്ക് സെല്ല് ചെയ്തേക്കാമെന്നുള്ള ന്യൂസ്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. December 10 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഭാരത് ഫോർജ് കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ 1,323 രൂപ പെർ ഷെയറിനാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലുള്ളത്. ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഡൈനാമാറ്റിക് സർവീസ് കമ്പനി, ഇവർക്ക് ഒരു മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സോളാർ പാനൽസ് എല്ലാം തന്നെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഓർഡർ ലഭിച്ചു. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനിയും നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഇവരുടെ ഫ്ലോർ പ്രൈസ്, അതായത് ഇവർ വലിയ സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്ന സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ വിലയിൽ നിന്നും താഴെ ആയിരിക്കും മേ ബി ചില സമയത്ത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലേക്ക് LTP എത്താനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഓഫേഴ്സ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെയാണ്. സുരാജ് എഞ്ചിനീയറിംഗ് കമ്പനി മുംബൈയിൽ ഇവർ ഒരു ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മസുരോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർ പുതിയ സബ്മറൈൻസ് എല്ലാം തന്നെ അക്യൂർ ചെയ്തിട്ടുണ്ട്. മസുരോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, GRC, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലെയുള്ള കമ്പനീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലിയിലാണ്. ഡിഫൻസ് കൗൺസിൽ വലിയ തോതിലുള്ള പ്രൊക്യൂർമെൻറ്റ് അപ്രൂവൽ കൊടുത്തതാണ് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസിന് ഗുണകരമായത്. ഹീറോ മോട്ടോകോർപ്പ് കമ്പനി വിഡ V20 Pro എന്ന് പറയുന്ന പുതിയ ബൈക്ക് ഇവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. IGL കമ്പനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. IGL കമ്പനിയുടെ കേസ് ബോണസ് ഷെയറിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
സിന്തറ്റിക്സ് പെർഫോമൻസ് കമ്പനി ഇവർ ബോർഡ് മീറ്റിംഗ് ഡിസംബർ 9 ഉള്ളത്. ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അന്നേ ദിവസം എടുക്കും. RBP ഇൻഫ്ര കമ്പനി റിയാലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ബൊനാൻഡ എഞ്ചിനീയറിംഗ് കമ്പനി 109 കോടി രൂപയുടെ EPS കോൺട്രാക്റ്റ് ബീഹാർ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിച്ചു. റെയിൽടെൽ കമ്പനി റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. ഇവർക്ക് ഗെയിലിൻ്റെ ഭാഗത്തുനിന്ന് 106 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. L&T കമ്പനി ഇവർ E2E നെറ്റ്വർക്കിൻ്റെ 15% സ്റ്റേക്ക് ലാർസൻ ടർബോ കമ്പനി അക്യൂർ ചെയ്തു. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി പോപ്സ്കോ ഇലക്ട്രിക്കൽ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മെജോറിറ്റി സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിങ്ങിൽ നിന്നും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ എല്ലാം തന്നെ നമ്മൾ ന്യൂസിൽ കൂടുതൽ പറയാത്തത് ഈ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്ത് നമ്മൾ ന്യൂസ് പറയുന്നതിന് ശേഷം ട്രേഡ് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ വാല്യൂസ് ആവാൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സീവിയർ ഫോളോ അല്ലെങ്കിൽ സീവിയർ റാലിയോ ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിനെ വലിയ തോതിൽ നോക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് 4 ദിവസം കൊണ്ട് മാറിയെങ്കിൽ കൂടിയും ഈ പ്രീമിയംസ് എല്ലാം തന്നെ ഇപ്പോഴും നല്ല പ്രീമിയം ഉണ്ട്. പുട്ട് സൈഡിലാണെങ്കിൽ തന്നെ പ്രീമിയം, അതായത് ആളുകൾക്ക് ആ ഒരു ഭീതിയൊന്നും വിട്ടുമാറിയിട്ടില്ല. FIs ഏത് നിമിഷം വേണമെങ്കിലും സെല്ല് ചെയ്തേക്കാം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു പേടി മാർക്കറ്റിന് ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് പുട്ട് സൈഡിലുള്ള നല്ലൊരു പ്രീമിയം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ റീറ്റെയിലേഴ്സിന് ഒരുപാട് പ്രാവശ്യം പേടിപ്പെടുത്തുന്ന രീതിയിൽ മാർക്കറ്റ് ഫോൾ ആയതുകൊണ്ട് വളരെയധികം കോഷ്യസ് ആയിട്ടാണ് ആളുകൾ മാർക്കറ്റിനെ ഇപ്പോൾ സമീപിക്കുന്നത്. കണ്ണുടച്ച് ട്രേഡ് എടുക്കുന്ന രീതിയൊക്കെ മൊത്തത്തിൽ ആളുകളുടെ മാറി വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ആളുകൾ കണ്ണടിച്ച് ട്രേഡ് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാർക്കറ്റിൽ ഉണ്ടാവേയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മാർക്കറ്റിൽ നിന്ന് നാമാവേശമാവും. അതുതന്നെയാണ് മുൻകാല അനുഭവം കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സ്റ്റഡി നടത്തി ന്യൂസൊക്കെ എല്ലാ ദിവസവും കേട്ട് മാർക്കറ്റിൻ്റെ ആ ഒരു വൈബ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.